കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 വർഷത്തെ വികസന സെമിനാർ നടന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വികസന സെമിനാറും ആസ്തി രജിസ്റ്റർ പ്രകാശനവും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മൃഗാസ്പത്രി കയറാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് റിജക്ട് ചെയ്ത് വരികയാണ്. നമ്മുടെ ആസ്തിയിലാണെങ്കിലോ ഇത് രണ്ടും കിടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു റോഡാണ്. അപ്പൊ നമുക്കിതിങ്ങനെ ഒട്ടേറെ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ നമ്മുടെ ആസ്തി വികസന രജിസ്റ്റർ ഒന്ന് നവീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മുടെ പ്രദേശത്ത് അതിന്റെ സർവേ നടത്തുകയും റോഡ്, സ്ഥാപനങ്ങള്, കുളം, അങ്ങനെ പൊതുവായിട്ടുള്ള എല്ലാ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ആസ്തി വികസന രജിസ്റ്റർ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിട്ടുള്ള വെള്ളം, വെളിച്ചം, വീട്, അതിനോടൊപ്പം മറ്റു ഭൗതിക സാഹചര്യങ്ങള് വികസനം, ഇങ്ങനെയുള്ള കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടി തന്നെയാണ് ഈ ഭരണസമിതി വന്ന സന്ദർഭം മുതൽ, ചുമതലയേറ്റ സന്ദർഭം മുതൽ ഇന്നുവരെയും സംസാരിച്ചിട്ടുള്ളത്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് തന്നെ നമുക്കറിയാം, ഒന്നാമത്തെ വർഷം നമ്മൾ വെളിച്ചത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തെരുവ് വിളക്കുകളുടെ പരിപാലനം, ആ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിന് അത് ഏറെക്കുറെ നമ്മളൊരു 90% എത്തി നിൽക്കുകയാണ്. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കത്തുന്നുണ്ട്, ലൈറ്റുകൾ രാത്രി കത്തുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ വികസന സെമിനാറിന് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികളാണ് ആസൂത്രണം. നിങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പിൽ ഒക്കെ നിർദ്ദേശം വന്നു എങ്കിലും കൂടെ ഇന്നും കൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രുചികൂടെ പദ്ധതികളെ കുറിച്ച് വായിക്കുന്നതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, അതൊക്കെ പുതിയ നല്ല പദ്ധതികൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം വരേണ്ടതാണ്. വികസനക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള പദ്ധതി വിശദീകരണം നടത്തി. വളരെ അതീവ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 15 വാർഡുകളിലും പ്രത്യേക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് ഏതടിസ്ഥാനത്തിൽ വെച്ചാണെങ്കിലും പൊതുമരാമത്താണെങ്കിലും മറ്റുള്ള ഏത് മേഖലകൾ നാം എടുത്തു നോക്കിയാലും എല്ലാ മേഖലകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ ഭരണസമിതി ഒരു ലക്ഷ്യബോധത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അർത്ഥമാണ് ഇന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കെല്ലാം അറിയാം, കൃത്യമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM മനീഷ് വികസന സെമിനാറിന് ആശംസകൾ അർപ്പിക്കുകയും കരട് പദ്ധതി രേഖ സെക്രട്ടറി രോഹിണി MS നൽകി പ്രകാശനം ചെയ്യുകയും ചെയ്തു. ഈ വികസന സെമിനാറിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞ ഈ പദ്ധതി കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന പദ്ധതി കാലഘട്ടത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഈ പഞ്ചായത്തിലെ ഭവന രഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിക്കാണ് ഈ വർഷം നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്നതിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള അംഗനവാടി ടീച്ചർമാരുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്. നമ്മളെല്ലാം പല കാര്യങ്ങളുമായി സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വീടില്ലാത്ത ആളുകളുടെ അവസ്ഥയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ ഭവന നിർമ്മാണത്തിനുള്ള പണം വയ്ക്കാനുള്ള അധികാരം പൂർണ്ണമായും പ്രാദേശിക സർക്കാരുകൾക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഒരു പദ്ധതി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്നും പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്ന് പറയുന്ന 2 പദ്ധതിയിലൂടെ മാത്രമാണ് ഇത് നമുക്ക് വീട് നൽകാൻ സാധിക്കുന്നത്.
ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനുമുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകി 2024-25 വർഷത്തെ കരട് വികസന രേഖ അംഗീകരിച്ചു. പരിഷ്കരിച്ച ആസ്തി രജിസ്റ്റർ CSRD കോർഡിനേറ്റർ ജയരാജ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുകയും ആസ്തി സംബന്ധിച്ച വിശദീകരണം നടത്തുകയും ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ വി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയംവദ KK, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മനോജ് K സുദേവൻ, പ്രേമലത O, ശിവൻ വീട്ടിക്കുന്ന്, ബിജു VK, സത്യഭാമ, രാജേഷ്, രമാദേവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ സംബന്ധിച്ച് കില തീമാറ്റിക് എക്സ്പെർട്ട് രഞ്ജിനിയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജഹാൻ നന്ദി അർപ്പിച്ചും സംസാരിച്ചു. CCV ന്യൂസ്, കൊണ്ടാഴി.